പ്രിയമുള്ളവരെ, PLT വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മിൽ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് കാൽമുട്ട് വേദന, ഊരവേദന, അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ, ടെന്നീസ് എൽബോ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ സന്ധികളിൽ വരുന്ന പല ഇനം വേദനകളുണ്ട്. അതിൻ്റെ കാരണത്താൽ ഒത്തിരി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പലപ്പോഴും ഇത്തരം ചികിത്സകൾക്കൊക്കെ ഭാരിച്ച സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. എന്നിട്ട് പോലും പലപ്പോഴും അതിനൊന്നും പരിഹാരം കാണാൻ സാധിക്കാതെ പോകുന്നുണ്ട്. എന്തായാലും എൻ്റെ ഗ്രാമത്തിൽ, അതായത് മലപ്പുറം ജില്ലയിൽ അതിരുമടയിൽ പുതിയതായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ആയുഷ് ഭദ്ര വെൽനസ് സെന്ററിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധപ്പെട്ട് ഞാൻ നേരിൽ കണ്ട ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ചേച്ചിയുടെ പേരൊന്ന് പറയാതെ. എന്റെ പേര് വിശാലു. അപ്പൊ നിങ്ങളെ പേരോ? ദാശായണി. ഓക്കെ. എവിടെയാണ് വീട്? എവിടെ? കാടാമ്പഴ കരേക്കാട്. പോസ്റ്റ് ഓഫീസിനുണ്ട്. അപ്പൊ ഇപ്പൊ ജ്യേഷ്ഠത്തിനിട്ട് വന്നാണല്ലേ? എന്തായിരുന്നു പ്രശ്നം? കാലുവേദന, ഊരവേദന ആണെന്ന് തോന്നി. അപ്പൊ ഇവിടെ വന്നപ്പോ കാലുമ്പോ പിടിച്ചപ്പോ കൊറേ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? എങ്ങനെ എത്തിയപ്പോ ആനന്ദേട്ടൻ വന്നപ്പോ ആനന്ദേട്ടനാണ് പറഞ്ഞത്. ആനന്ദേട്ടൻ ഇവിടെ വന്നിരുന്നു. ഞാൻ അതിന്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആനന്ദേട്ടൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പൊ ഇനി വേറെ ഭാര്യനെ കുട്ടി ഞങ്ങൾ പോന്നു. ഒരു ഇങ്ങനെ കൊറേ സമയം ഇവിടെ ഇരിക്കണ്ടേ. അപ്പൊ അവരെ പറഞ്ഞയച്ചു. ആനന്ദേട്ടൻ അടുത്തുള്ള ആളാണോ? അടുത്തുള്ള ആൾക്ക്. അപ്പൊ ആനന്ദേട്ടന്റെ വൈഫും കൂടെ വന്നിട്ടുണ്ട്. ശരി. അപ്പൊ ഇനി അവർക്കാണല്ലോ ട്രീറ്റ്മെന്റ് നടത്തിയത്. നമുക്ക് അവരൊക്കെ സംസാരിച്ച് നോക്കാം. എന്താണ് അവർക്കുണ്ടായ അനുഭവം നോക്കുന്നു. ഇനി പറഞ്ഞോളൂ, എന്താണ് ഇവിടെ വന്ന നിങ്ങളുടെ അനുഭവം? ഈ കുരുക്കളെടുത്ത് പോയില്ലേ? ഇവിടുത്തെ ഡോക്ടർമാരെ കണ്ടില്ലേ? അപ്പൊ അതിന് ശേഷം ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ പോയില്ലേ? മരുന്ന് കിട്ടിയോ? മരുന്ന് കിട്ടി. മരുന്നാണതല്ലേ? നിങ്ങൾ വെറുതെ മടക്കി അയച്ചില്ല ഒക്കെ. ഇതിന് നിങ്ങൾ പണം ചെലവൊന്നുമില്ല. നിങ്ങൾക്ക് പണം ചെലവൊന്നും വന്നിട്ടില്ല. ഇനി പണം ചെലവ് ഇല്ലാത്ത കാര്യം കിടക്കട്ടെ. ഇപ്പൊ അങ്ങനെ. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ ഒരു ആദ്യമായിട്ട് വരില്ല ഇവിടെ. അപ്പൊ ഈ ഒരു വരവില് ഇതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പുരോഗമനം കാണണ്ട? ഇപ്പൊ ഇങ്ങനെ ചെരിയാൻ പറ്റുന്നില്ല, നേരെ നീരാൻ പറ്റുന്നുണ്ട്. മറ്റേ ചെരിഞ്ഞിട്ടായിരുന്നു സൈഡ് കൂടി നടക്കുന്ന പോലെ അപ്പൊ അതിന് വലിയൊരു മാറ്റം വന്ന്. എന്താണ് ചെയ്യുന്ന ജോലി? എന്താ ജോലി? തൊഴിലുറപ്പിന് പോവും, വീട്ടുപണിക്ക് പോവും, അങ്ങനെ. എന്നിട്ട് ഞാൻ നല്ല അങ്ങനെ ചെരിഞ്ഞു പോകും. ഇപ്പോളെ വീട്ടുപണിക്കും പിന്നെ തൊഴിലുറപ്പിന് പോകാൻ പറ്റും. മറ്റേ ഞാൻ കല്ലേറ്റാനും മണ്ണേറ്റാനും ഒക്കെ പോയി പറ്റണില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പശുണ്ടായിരുന്നു, അതിനേറ്റ് അങ്ങനെ നടക്കലായിരുന്നു. എല്ലാവർക്കും എല്ലാരും വേറ്റലും. അപ്പൊ ഇത് പറ്റിയില്ല, അതിന് പറ്റണില്ല. പശുവിന് വിറ്റോ? പശുവിന് വിറ്റു. എന്നിട്ടാണ് പിന്നെ ഈ തൊഴിലുറപ്പ് ഇങ്ങനെ എല്ലാം എന്തായാലും വീട്ടുപണിക്കൊക്കെ പോകുന്നത്. കൊറേ ഇടയ്ക്ക് പോവൂല, വെക്കൂല. വയ്യാതോ? നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? ഒരു മകളേ ഉള്ളൂ. ഒരു മകളേ ഉള്ളൂ. മകള് കല്യാണം കഴിപ്പിച്ചിട്ടാണോ? കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓള് വരും, കുട്ടികൾക്ക് ക്ലാസ് ആയ കാരണം. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നിങ്ങളെ വീട്ടിൽ ആരാ വേറെ? ആരത്രയും വയ്യാത്തൊരു ചേച്ചിയുണ്ട്. നിങ്ങളെ ജ്യേഷ്ഠത്തി. അവർക്കും വയ്യ, രണ്ടു കാലോട്ടും വയ്യ. അപ്പൊ സത്യത്തിൽ നിങ്ങള് കയ്യിലൂടെ എന്താ കിട്ടിയിട്ട് വേണം നിങ്ങളെ കുടുംബം മുന്നോട്ട് പോകാൻ. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു അസുഖം വന്നത്. പിന്നെ ഒരു പണിക്ക് ഇങ്ങനെ എന്തിനേലും പോയെങ്കിലുള്ളൂ. മക്കളും അതും ഇല്ല. ഒരു വേറെ വീട്ടിലെ അവളെ ഞങ്ങൾ കൊണ്ടുവന്നത് എന്റെ ഒപ്പം ഒരാള് വേണ്ടേ. കുട്ടിയുണ്ട്, അന്തേട്ടന്റെ ഭാര്യ. അതന്നെ എന്നും പറയും. ഇവര് പറയും അന്തേട്ടന്റെ അവിടെ ഉണ്ടെന്ന് പോയി വെക്ക അവര് വിളിച്ച് പറയും. ഞങ്ങള് അന്തേട്ടന്റെ വിവരം അറിയാം, അവിടെ എപ്പോഴും വിളിക്കും. അപ്പൊ എന്തായാലും നിങ്ങള് ആനന്ദേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നു. ഒരു ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയും ഇപ്പൊ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ നിങ്ങൾ നടക്കുന്ന ഒരു രീതിയും ഏകദേശം വലിയ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അവർ. അപ്പൊ എന്തായാലും നിങ്ങളെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ മരുന്നുകൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുരുക്കളെ കാണേണ്ട സാഹചര്യങ്ങൾ വീണ്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുന്നേ. ഇത് നമ്മൾ ആടല്ലേ, അപ്പൊ അതിനൊക്കെ വഴികളുണ്ടാവും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാന്നറിയോ, മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കാം. നമുക്കിതിനെ അതിജീവിക്കണ്ടേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇതില് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചിട്ട് വേണം നിങ്ങളെ കുടുംബം മുന്നോട്ട് പോകാൻ. ഒരാൾ ചേച്ചിക്ക് തീരും വയ്യാന്നും പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളും കൂടി തളർന്ന എന്താ അവസ്ഥ? ഇപ്പൊ 2 വർഷമായി ഇപ്പൊ അങ്ങനെ ഇരിക്കലുണ്ട്. ആ പശുവിന്റെ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടാളെ കൂടി ജീവിതത്തിന് പോവാൻ പാല് സൊസൈറ്റി കൊടുത്തിരുന്നു. അതിനും വയ്യാതായി പയ്യനെ ഒഴിവാക്കി. അപ്പൊ എന്തായാലും നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോയി. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ ഈ ഒരു നാടായതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഗുരുക്കളെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അമിതമായ സാമ്പത്തിക പ്രശ്നം കാരണത്തിൽ നിങ്ങൾ ചികിത്സ എന്ത് ചെയ്യണ്ട, വൈകിക്കണം. നിങ്ങൾ ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു പോകും. അപ്പോൾ ശരി, സന്തോഷം. പ്രിയമുള്ളവരെ, തൊട്ടുമുമ്പായിട്ട് ദാശായണി ചേച്ചിയുടെ കഥനകഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വല്ലാത്ത ഒരു സങ്കടം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ഇടയായത്. എന്തായാലും അവർക്ക് വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഇവിടെ വന്നുള്ള ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നേടാൻ സാധിച്ചു എന്ന് അവരുടെ സംസാരത്തിലൂടെ മാന്യപ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ കഴുത്ത് ചിരിക്കാൻ പ്രയാസമുള്ളതും അതുപോലെ തന്നെ കൈകൾ പൊക്കാൻ പ്രയാസമുള്ള ഒരു ബ്രാഞ്ച് എന്നൊരു കാരണവരാണ്. അവരുടെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇതിൻ്റെ മുഴുവൻ ചികിത്സാ ഭാഗങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷമുള്ള അദ്ദേഹത്തിന് വരുന്ന പുരോഗമനങ്ങളും അദ്ദേഹം തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ഗുരുക്കൾ, അതായത് മലബാർ ഹസൻ ഗുരുക്കളുടെ മകൻ അബ്ദുറഹിമാൻ ഗുരുക്കളാണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ഉള്ളിൽ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റായ എല്ലണക്കി പച്ചില മർമ്മ ചികിത്സ എന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട്. അത് തുടർന്ന് വരാനുള്ള കാഴ്ചകളിലൂടെ മാന്യപ്രേക്ഷകർക്ക് കാണാം. ഒത്തിരി ആളുകളുടെ ഇത് അല്പസ്വല്പം ചികിത്സാ രീതികളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികളും അതുപോലെ തന്നെ ഉഴിച്ചിരി അതുപോലെ തന്നെ ഈ പച്ചില മർമ്മ ചികിത്സ എന്ന് പറയുന്നതിനൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിൽ ഞാൻ അവസരം ഒരുക്കുന്നുണ്ട്. അത്രയും കൂടി കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടെയാണ്, ഗ്രീൻ അഗ്രോ ഫാമിൻ്റെ ഒരു പ്രധാനിയും കൂടെയാണ്. നിങ്ങൾ ഒത്തിരി പ്രാവശ്യം എൻ്റെ വീഡിയോയിലൂടെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. ബാപ്പുക്ക, കാലടി വാപ്പുക്കയാണത്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം, ഒരു കൈ പൊക്കുന്നതിന് വലിയ രീതിയിലൊരു പ്രയാസമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഗുരുക്കളുടെ അടുത്തുനിന്ന് ഈ ഒരു എന്താ പറയുക മലബാർ ആയുഷ് ഭദ്ര വെൽനസ് സെൻ്ററിലെ ഈ ഫ്രീ ക്യാമ്പിൽ ഇന്നൊരു ക്യാമ്പായിരുന്നു ഇവിടെ. അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധപ്പെട്ട് ഈ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധപ്പെട്ട് ഇന്നിവിടെയുള്ള രോഗികൾക്ക് അവരുടെ വക ഒരു ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ധാരാളം ആളുകൾ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു ക്യാമ്പ് വരുന്നുണ്ട് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ മറ്റൊരു ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരിൽ കാണാൻ സാധിച്ച കുറേ വാർത്തകൾ, ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം അറിവുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് തേടുന്ന ആളുകളുണ്ടാകും. നമുക്കോ നമ്മളിൽപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്നൊരു കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് മാന്യപ്രേക്ഷകരുടെ മുമ്പിൽ കടന്നു വന്നത്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ഒരു ലൈക്ക് സമാനമായി നൽകാൻ, കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തുടർന്ന് വരാനുള്ള കാഴ്ചകളിലൂടെ നമുക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ കാണാനുണ്ട്. വളരെ വിശദമായ കാഴ്ചകളായതുകൊണ്ട് തന്നെ വീഡിയോ അല്പം ലെങ്ത് കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ ഈ വീഡിയോയിലൂടെ നേടിയെടുക്കാനുണ്ട്. ബാപ്പുക്ക അഭിമുഖീകരിക്കുന്ന പ്രശ്നം കൈ പൊക്കുന്നതിനുള്ളൊരു പ്രയാസം, അതുപോലെ തന്നെ നടുവേദനയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സകളാണ്. ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ കാൽമുട്ട് വേദനയ്ക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പുതിയ ആധുനിക രീതിയിലുള്ളൊക്കെ ചികിത്സാ മുറകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പാരമ്പര്യ കളരി മർമ്മ ചികിത്സയും ആയുർവേദവും യുനാനിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഇവിടെ അവലംബിച്ചു പോരുന്നത്. ബാപ്പുക്കൻ്റെ നടുവേദനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെയ്യുന്ന ചില മസാജിങ്ങും പരിപാടികളൊക്കെയാണ്. അതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഉഴിച്ചിലുണ്ട്. എല്ലണക്കി പച്ചില മർമ്മ ചികിത്സയുടെ ഭാഗമായ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ അനുഭവം അവർ നേരിട്ട് നമ്മോടായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ആ കാഴ്ചകളും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ക്യാമ്പിൽ മലബാർ ആയുഷ് ഭദ്ര വെൽനസ് സെൻറ്റർ ഒരുക്കുന്ന ക്യാമ്പിൽ നമ്മളൊരു പ്രിയ സുഹൃത്തും കൂടെ ആയിരിക്കുന്ന വാപ്പകനങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഗ്രീൻ അഗ്രോ ഫാമിൻ്റെ ആള്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഊരവേദനയൊക്കെ ഇട്ട് നടുവേദന അല്ലേ, നടുവേദന. അപ്പോൾ എന്താണ് ഈ മൈക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കേട്ടോ, അതിപ്പോൾ നിങ്ങൾ പറയാണ്ട് കേൾക്കുള്ളൂ. അപ്പോൾ വാപ്പക എങ്ങനെയുണ്ട് പരിപാടി? ഞാൻ ഇപ്പൊ ഇവിടെ വന്നതേ നല്ല വേദന, ഊരവേദന. അപ്പൊ ഇവിടെ ഒന്ന് കെടുത്തി ഒന്ന് പൊട്ടിച്ചൊക്കെ തന്ന് സംഭവിപ്പോ ഞാൻ നോക്കിയപ്പോ ഒരുപാട് ആശ്വാസം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ തുടർന്ന് ചികിത്സ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഊരവേദന പ്രശ്നം. പിന്നെ കൈ പൊക്കുന്നതിന് പ്രയാസം, അതിനൊരു പ്രയാസം തോന്നുന്നുണ്ട് ഈ ഇടത്തെ കൈ. അപ്പൊ അതും തന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ പിടിച്ചൊക്കെ ആണ്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനെ ഇളകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇളകുന്ന ആളാണ് എന്നാലും നമ്മളെ ഇളകാതിരിക്കുമല്ലോ. അതാണ്. അപ്പൊ ഈ ഊരവേദന നിങ്ങളെ പരിപാടിക്കൊക്കെ വലിയ തടസ്സമാണ് അല്ലേ? ആണ്. ഞാൻ വെയിറ്റ് പൊന്തിക്കാനൊന്നും കൂടുതൽ, പക്ഷെ ഞാൻ ആരെങ്കിലൊക്കെ വരുമ്പോഴേ ഈ ചെടികളൊക്കെ വലിയ വെയിറ്റ് ഒക്കെ ഉള്ളതല്ല, ചിലതാണ്ട് പൊക്കി കൊടുക്കാനൊക്കെ നമ്മൾ കൂടി കൊടുക്കും. അതൊക്കെയാണ് പ്രശ്നം. നമ്മൾ കണ്ടു നിൽക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പൊ എന്തായാലും അപ്പൊ നമ്മുടെ നാട്ടുകാരനും നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു പുതിയൊരു സെന്റർ തുടങ്ങുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് നല്ലത് തന്നെയാണ്. അതാണ് തീർച്ചയായും. അത് മാത്രമല്ല, ഞാൻ എന്റെ വൈഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്.
അവൾ ഒരുപാട് സ്ഥലങ്ങൾ പോയതാ ഈ മുട്ടുവേദനക്ക്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങാണ് ചികിത്സ. ഇവര് നോക്കാൻ ഫ്രീ ആയിട്ട് ഒന്ന് വരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ടും പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. നമുക്കൊരു നന്മ കിട്ടിയാലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. അതാണ് തീർച്ചയായിട്ടും. അങ്ങനെ തേടി നടക്കുന്ന അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അതെ അതെ, ആയിക്കോട്ടെ. ഒരുപാട് സന്തോഷം. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് നിങ്ങൾ കേട്ടത് ബാപ്പുക്ക അവരുടെ അനുഭവങ്ങൾ എന്താണ് ഈ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുഭവപ്പെട്ടത് എന്നുള്ള അദ്ദേഹത്തിന്റെ പച്ചയായ ചില അഭിപ്രായങ്ങളാണ് മാന്യപ്രേക്ഷകർ കേട്ടത്. ഇങ്ങനെ ഒത്തിരി ആളുകളാണ് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ആ ക്യാമ്പിൽ വന്ന ഓരോരുത്തർക്കും വേണ്ട ഇതുപോലൊക്കെയുള്ള മസാജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നത് അബ്ദുറഹ്മാൻ ഗുരുക്കളാണ്. തൊട്ടപ്പുറത്തായിട്ട് റൂമിൽ ഉയിച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കൂടി നമുക്ക് കാണാനുണ്ട്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരല്പം ലൈവ് കാഴ്ചകൾ മാന്യപ്രേക്ഷകർ കാണാം. ബാപ്പോക്ക ഉള്ളിലേക്ക് വന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സെക്ഷനിലാണ്, ഈ ഒരു ഏരിയയാണ് ഉയിച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇവിടെ ധാരാളം ആളുകൾ അങ്ങനെ വരി നിൽക്കുകയാണ്. ഓരോരുത്തർ കഴിയുമ്പോൾ അടുത്ത ആളുകളായിട്ട് കടന്നു വരിക. അപ്പോൾ ഈ ഇവിടെ വന്ന് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത ആളുകളൊക്കെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കാണുന്നു തിരികെ പോകുന്ന സമയത്ത്. കാര്യം അത്രയേറെ അവർക്ക് എന്തോ രീതിയിൽ ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് തന്നെ ഗുണം ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ആയിട്ട് തുടരുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ശതമാനം മാറ്റം വരാൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം അവരുടെയൊക്കെ മുഖത്ത് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ തേടുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട്. ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി. മുൻകാലങ്ങളിൽ ഇങ്ങനെയൊന്നും കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വല്ലാതെ നമ്മൾക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അറിയില്ല. എങ്കിലും പഴയകാല പാരമ്പര്യ ചികിത്സകളിലൂടെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെയൊക്കെ അനുഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള മസാജിങ് സജീവമായിട്ട് നടക്കുന്നു. തൊട്ടടുത്തായിട്ട് നമുക്കൊരാളോടും കൂടി സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹുസൈനാക്ക ഈ നാട്ടുകാരനാണല്ലേ തവളഞ്ഞനൊക്കെ നമ്മുടെ മലബാർ ആയുഷ് ഭദ്ര വെൽനസ് സെന്ററിലെ ഇന്നത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് തിരികെ പോകണം. അപ്പോൾ ഈ ക്യാമ്പിൽ എന്തായിരുന്നു നിങ്ങൾക്ക് പ്രശ്നം എന്തായിരുന്നു? ഞാൻ ഈ മൈക്ക് നടക്കട്ടെ, ആരെ കേൾക്കുള്ളൂ. പറഞ്ഞോളി. മുട്ടുവേദനയായിരുന്നു. തൈരട്ടു, പച്ചമരുന്നിട്ടു, ഒഴിഞ്ഞു. ആവി വിളിച്ചു. ഒരുവിധ ആശ്വാസമുണ്ട്. അപ്പൊ സത്യത അങ്ങനെ പറയുമ്പോ ഈ ഇന്നത്തെ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ആശ്വാസമുണ്ട്, ഗുണമുണ്ടെന്ന് തോന്നുന്നു. മരുന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ മരുന്നിന് പേയ്മെന്റ് ഉണ്ടെന്ന്? ഇതിന് പേയ്മെന്റ് ഒന്നുമില്ല. ട്രീറ്റ്മെന്റ് ഇതിനൊന്നും പേയ്മെന്റ് ഒന്നുമില്ല. നാളെ മറ്റന്നാളെ വീണ്ടും. അതെ, അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട് കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. സന്തോഷം. പ്രിയമുള്ളവരെ, ഉയിച്ചിലും മസാജിങ്ങും ഒക്കെ സജീവമായിട്ട് നടക്കുന്നു. ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.